പീരീഡ്സ് തുടങ്ങുന്നതിന് മുമ്പ് ചില സ്ത്രീകൾ മൂഡ് സ്വിങ്സ് ഒക്കെ വരാറുണ്ട്. അപ്പൊ ആ മൂഡ് സ്വിങ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആർക്കെങ്കിലും ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ? ആക്ച്വലി നിങ്ങൾ അവരുടെ മൂഡ് കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ സ്വാതി, ബോധ സൈലിലെ ചീഫ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ചോക്ലേറ്റ് ഗിഫ്റ്റിങ്ങിനെ പറ്റി. ഓവുലേഷൻ ഫേസിന് ശേഷവും മെൻസ്ട്രൽ ഫേസിന് തൊട്ട് മുൻപുമുള്ള ലൂട്ടിയൽ ഫേസിലാണ് സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള മൂഡ് സ്വിങ്സ് ഒക്കെ വരുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള ഹോർമോൺസും കൂടി ഇവിടെ ഇൻവോൾവ് ആകുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ദേഹത്ത് പ്രൊജസ്ട്രോണിന്റെ ലെവല് വളരെ അധികം കുറവായിരിക്കും. പ്രൊജസ്ട്രോണിന്റെ ലെവല് കുറയുന്നതനുസരിച്ച് ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയും കുറയാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ മൂഡ് യൂഷ്വലി റെഗുലേറ്റ് ചെയ്യുന്ന സെറോട്ടോണിന്റെ അളവും വളരെ കുറവായിരിക്കും ഈ ഒരു സമയത്ത്. അപ്പോൾ ഹൈ ഗ്ലൂക്കോസ് സെറോട്ടോണിനെ വീണ്ടും ബാധിക്കും. അപ്പോൾ ഒന്നാമത് കുറവാണ്, അതിന്റെ കൂട്ടത്തിൽ വീണ്ടും കുറയുമ്പോഴത്തേന് അതും നമുക്ക് മൂഡ് റെഗുലേഷനെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ മധുരം കഴിക്കുന്നത് വഴി നിങ്ങൾക്ക് പ്രത്യേകിച്ച് മൂഡിൽ വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. സോ നിങ്ങൾ മധുരം കഴിക്കണം എന്നാണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ അതിൽ മെഗ്നീഷ്യം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടി നിങ്ങളുടെ മൂഡിനെ ബെറ്റർ ആക്കി നിർത്താനായിട്ട് അത് സാധിക്കും. അതുപോലെ തന്നെ കഫൈൻ ഒഴിവായത് കൊണ്ട് തന്നെ ഉറക്കത്തെ അത് ബാധിക്കുകയും ഇല്ല. സോ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ പാർട്ട്ണറിനോ അല്ലെങ്കിൽ സുഹൃത്തിനോ മൂഡ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മൂഡ് റെഗുലേഷന് പറ്റുന്ന മറ്റൊരുപാട് കാര്യങ്ങളോട് നമുക്ക് തുടർന്നുള്ള വീഡിയോസിൽ സംസാരിക്കാം. താങ്ക് യു.